രാഹുൽ മാങ്കുട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം. ഉചിതമായ നടപടി എടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും തീരുമാനം വൈകിപ്പിക്കുകയാണ് KPCC നേതൃത്വം. നടപടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ആലോചിക്കാതെ ഒരു നടപടിയുമില്ലെന്ന് ആവർത്തിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പ്രതികരണത്തിലേക്ക്. ആ കാര്യം പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ്സുയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അന്തസ്സുയർത്തിപ്പിടിക്കുന്നതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ്. ഒറ്റയ്ക്കല്ല, ആലോചിച്ച് തീരുമാനിക്കണം. ഞങ്ങളത് ആലോചിച്ച്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഓരോ സംഭവത്തിൻ്റെയും പുരോഗതി അനുസരിച്ച്, ഗൗരവം അനുസരിച്ച് തക്ക സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. ഞങ്ങൾ എടുത്ത നടപടിയെ നിങ്ങൾ മാനിക്കുന്നില്ലേ? അല്ലല്ല, അതിനൊക്കെ അതിൻ്റേതായ പ്രോസസ്സുണ്ട്. പുറത്താക്കലിനൊക്കെ അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ഇതിനിടെ രാഹുലിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നും K മുരളീധരൻ തുറന്നടിച്ചു. കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. രാഹുലിനെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കളും പരസ്യമായി രംഗത്തു വന്നു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തതയുണ്ട്. വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിന് വളരെ പ്രയാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇത്ര പരാതി വന്നു, ഇത്രകൾ ടേപ്സ് ഉണ്ടാകുന്ന ഇതിൽ എൻ്റെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നമുക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അത് മസ്റ്റ് ആയിരിക്കുക. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മേലെയുള്ള പരാതി കുറേ ആയിരിക്കുക. കുറേ സ്ത്രീകളും അതും അബോർഷൻ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇനി ഇങ്ങനത്തെ ഒരു പുരുഷനെ വെക്കാൻ പാടില്ല പാർട്ടിയിൽ. ജനപ്രതിനിധി ഇങ്ങനെ ആകാൻ പറ്റില്ല. അദ്ദേഹം ഒരു ഉദാഹരണമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിക്ക് മോശമാണ് അദ്ദേഹത്തിന് പാർട്ടിൻ്റെ അകത്ത് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഒരു സ്ത്രീയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനത്ത് അവൾക്ക് വേറെ പേരുണ്ടാവുമെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീയെങ്കിൽ അവളെ വേറെ പേരിലാന്ന് ജനങ്ങളും പുരുഷന്മാരും കേരളയിൽ വിളിക്കാൻ പോകുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടനായോണ്ട്, ഒരു പുരുഷനായോണ്ട് ഇത്ര നാൾ നമ്മൾ സഹിച്ചിരുന്നു. അതാ എനിക്ക് പറയാനുള്ളൂ. കുറ്റക്കാരായി ഒരാളും പാർട്ടിയിൽ തുടരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ അന്വേഷണം വരുന്നു, മറ്റുള്ള പരാതികൾ വന്നിരിക്കുന്നു. ഇതൊരു കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കോൺഗ്രസ് നേതൃത്വം എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു തീരുമാനമുണ്ടാകും. തീർച്ചയായിട്ടും പീഡിപ്പിക്കപ്പെടുന്നവരോട് കൂടി, അത്തരത്തിൽ പരാതി കൊടുക്കുന്നവരോടൊപ്പമായിരിക്കും കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. വിവരങ്ങളുമായി R. ശ്രീജിത്ത് തിരുവനന്തപുരത്തും ചേർന്നു. ശ്രീജിത്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആദ്യം നടിയുയർത്തിയ ഒരു ആരോപണം, അതും പൊതുമധ്യത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതിന് പിന്നാലെ കോൺഗ്രസ് വളരെ പെട്ടെന്ന് നടപടിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഗൗരവമായി ഒരു പരാതി വന്നു, അതിൽ കേസായത്, കോടതിയിലെത്തിയ ആ സമയത്ത് പോലും ഒരു നടപടിയിലേക്ക് പോകാൻ എന്തുകൊണ്ടാണ് KPCC നേതൃത്വം വൈകുന്നത്? ഇവിടെ AICC അടക്കം നിർദ്ദേശം നൽകുന്ന വാക്കുകൾ വരുന്നു. മുതിർന്ന വനിതാ നേതാക്കളടക്കം രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷെ അപ്പോഴും നേതൃത്വം പറയുന്നു അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ആ രീതിയിലേക്ക് പാർട്ടി പോകുന്നത്? ഇലക്ഷനാണോ കാരണം? പ്രജിൻ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ കാക്കണമെന്ന KPCC നേതൃത്വത്തിലെ ചില നേതാക്കളുടെ പിടിവാശി മൂലമാണ് KPCCയുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി പ്രഖ്യാപിക്കുന്നത് നീണ്ടുപോകുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ അതിജീവിതയുടെ പരാതി വന്നപ്പോൾ തന്നെ ഈ വിഷയത്തിൽ നടപടി വേണം എന്ന കാര്യം, മാതൃകാപരമായ നടപടി വേണമെന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വേണ്ടി AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു.
സംസ്ഥാനത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാലിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഹൈക്കമാൻഡ് നിലപാട് അദ്ദേഹം കൈമാറിയത്. പാർട്ടിയാണ് പ്രധാനം, പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം കേരളത്തിലെ നേതാക്കൾ ആലോചിച്ച് ശേഷം പ്രഖ്യാപിക്കണമെന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി. ആ ആശയവിനിമയം പൂർത്തിയായി. എല്ലാ പ്രധാന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, പുതിയ പരാതിയുടെ കൂടി പശ്ചാത്തലത്തിൽ പുറത്താക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം കൂടി ഈ ആശയവിനിമയത്തിൽ ചൂണ്ടിക്കാണിച്ചു. അതായത് ആദ്യത്തെ അതിജീവിതയുടെ പരാതിയേക്കാൾ ഗുരുതരമായ പരാതിയാണ് രണ്ടാമത്തെ പരാതിയിലൂടെ വന്നിരിക്കുന്നത്. ആ പരാതിയിൽ ഉന്നയിക്കുന്ന അതിജീവിത നേരത്തെ തന്നെ നിയമസംവിധാനത്തിന് മുന്നിൽ പരാതി നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ അവരുടെ വീട്ടുകാർ തടഞ്ഞത് മൂലമാണ് ആ ഘട്ടത്തിൽ അവർ പരാതി നൽകുന്നതിൽ നിന്ന് പിന്മാറിയത്. എന്നാൽ ഇപ്പോൾ അവർ പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന തടസ്സവാദങ്ങളൊന്നും തന്നെ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല. കുടുംബങ്ങൾ അടക്കം ആലോചിച്ച് വന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ പരാതി അതീവ ഗൗരവതരമാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ ആശയവിനിമയത്തിൽ പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷനെ അറിയിച്ചത്. എന്നിട്ടും തീരുമാനം വൈകുകയാണ്. ഹൈക്കമാൻഡ് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞിട്ടും ഈ നടപടി പ്രഖ്യാപിക്കുന്നത്, പുറത്താക്കൽ പ്രഖ്യാപനം വൈകുന്നു. അതിൻ്റെ കാരണം സംസ്ഥാനത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ചിലരെടുക്കുന്ന ഒരു സമീപനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പോയിരിക്കുന്നു. കോടതിയിൽ നിന്ന് തീരുമാനം അറിയുന്നതുവരെ നടപടി വൈകിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അവർ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവരുടെ നിലപാടിന്, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ നടപടി പ്രഖ്യാപിക്കുന്നത് വൈകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം വരുമെന്നും ഈ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ മാത്രമേ വിധി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ കോൺഗ്രസ് ജനമധ്യത്തിൽ ഇത്തരത്തിലും പ്രതിഷേധത്തിനും വിമർശനങ്ങൾക്ക് വിടയാക്കുന്ന തരത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നു. അപ്പോഴും KPCCയുടെ ഒരു വിഭാഗം നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് വിധി വന്നിട്ട് മതി എന്ന നിലപാടെടുക്കുന്നു. ഇതാണ് ഈ നടപടി വൈകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.